പ്രകാശ് മാഷി, ഈ പിണറായിസത്തിന് ഒരു അന്ത്യം കുറിക്കാൻ എന്നതാണ് ഈ അൻവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ, അതായത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി ഇയാളായിരിക്കും നല്ലതെന്ന് പറഞ്ഞൊരു പേര് പറയുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആ നിർദ്ദേശം വളരെ ശക്തമായി വെക്കുന്നു. അത് കോൺഗ്രസ് നേതൃത്വം UDFും തള്ളിക്കളയുന്നു. അൻവർ വീണ്ടും ബസ്സിൽ ഏണിപ്പടിയിൽ നിന്നാണെങ്കിലും ആ ബസ്സിൻ്റെ ഭാഗമായ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പറയുന്നു. അങ്ങനെ പിണറായിസത്തെ വെല്ലുവിളിച്ച് ഒരിക്കൽ ഇടതുമുന്നണിയുടെ ബാനറിൽ ജയിച്ചു കയറി അതേ മണ്ഡലത്തിൽ അൻവർ എതിർദിശയിൽ നിന്ന് പോരാടുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? അതിലെ ന്യൂനതയെക്കുറിച്ചാണ് ഇവിടെ ശ്രീകുമാർ സാറ് എടുത്തു പറഞ്ഞത്. ആ കാര്യം സംബന്ധിച്ച് ഞാൻ ഒടുവിൽ പറയാം. യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്ന് കേരളീയർക്ക് അറിയാത്തതല്ല. ഇവിടെ UDF PV അൻവറെ മുന്നിൽ നിർത്തിയിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുക, അതിനുവേണ്ടി കുറേ വാദമുഖങ്ങൾ ഉന്നയിക്കുക, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിയമസഭക്കകത്തും പുറത്തും UDFും കോൺഗ്രസും വലിയ നിലക്കുള്ള പ്രചരണം നടത്തുക. ഇതാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM LDF വിരുദ്ധ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണല്ലോ അൻവറും അതുപോലെ UDF എല്ലാം നിന്നിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ചേർന്ന് നടന്ന സംഭവം എന്താ? UDFന്റെ ചേരിക്കകത്ത് വലിയ പിളർപ്പ് വന്നിരിക്കുന്നു. PV അൻവർ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDFനെതിരെ എന്തെന്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? ഈ നിലവിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ജനപിന്തുണയില്ല, അദ്ദേഹം വേറെ ഏതോ പാർട്ടിയിൽ പോകാൻ തീരുമാനിച്ച ആളാണ്, ഇവിടെ ജോയിയെ അവഗണിക്കാൻ ഉണ്ടായിട്ടുള്ളത്, അവഗണിക്കുന്ന അദ്ദേഹത്തിന് തലതൊട്ടപ്പന്മാരില്ലാത്തതുകൊണ്ടാണ്. എന്തെന്ത് ആക്ഷേപങ്ങളാണ് ഇന്നലെ വരെ UDFന്റെ ഭാഗമായി നിന്നിരിക്കുന്ന അൻവർ ഉന്നയിക്കുന്നത്? അപ്പൊ ജാള്യത ആർക്കാണ്? ഇത് കോൺഗ്രസിന് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്, ഒരു വലിയ കരണത്തേറ്റടിയാണ് എന്നുള്ളതല്ലേ ഈ കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ടുള്ള സംഭവം. ഇവിടെ ഈ കോൺഗ്രസ് ആരംഭിച്ചെങ്ങനെയാ? അവര് 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു. ഇവിടെ വേണുഗോപാൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഉച്ചക്ക് സ്ഥാനാർത്ഥിയെ കിട്ടി, വൈകുന്നേരം സ്ഥാനാർത്ഥിയുടെ പേര് അംഗീകരിച്ചു. അങ്ങനെ ഈ മുന്നണികളിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിനെ മെറിറ്റ് അത് ആഘോഷിക്കാൻ ഇറങ്ങിയതാണല്ലോ UDF. അല്ല പ്രകാശ് മാഷ്, കോൺഗ്രസിനേറ്റ കരണത്തടി എന്തുകൊണ്ടാണ് പ്രകാശ് മാഷ് പറയുന്നത്? ഇത്രയും നാട് നീളെ അൻവർ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു ആള്, ആ ആളുടെ പേരായിരിക്കും സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവും UDFും ഒക്കെ അൻവറിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കും. എന്നിട്ട് അൻവർ പറയുന്നത് അൻവറിന്റെ സ്വാധീനത്തെ, ആ മണ്ഡലത്തിലെ സ്വാധീനത്തെ മുഖവിലക്കെടുത്ത് അൻവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നൊക്കെ കരുതിയെടുത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. UDF ഒറ്റക്കെട്ടായി അതിനകത്ത് നിന്നു. ഇപ്പോൾ UDFിനകത്ത് എങ്ങനെയെങ്കിലും കയറാൻ ബുദ്ധിമുട്ടുകയാണ്, ശ്വാസം മുട്ടുകയാണ് PV അൻവർ. അങ്ങനെയാണ് ഈ സ്ഥിതി മാറിയിരിക്കുന്നത്. അപ്പോൾ മാഷ് പറയുന്നു കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാനിതാ പറഞ്ഞത് ഇക്കഴിഞ്ഞ 6 മാസക്കാലം UDFന്റെ ഭാഗവും UDFന് വേണ്ടിയുമല്ലേ അൻവർ, അതിന്റെ കൂടെയല്ലേ അൻവർ ഉണ്ടായിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയോട് ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയാൻ എങ്ങനെ അൻവറിന് സാധിക്കുന്നത്? അവരുടെ ഭാഗമായതുകൊണ്ടല്ലേ. എന്ന് മാത്രമല്ല, മിനിഞ്ഞാന്ന് എന്താ സതീശൻ പറഞ്ഞത്? എങ്ങനെയാണ് അൻവർ UDFന്റെ ഭാഗമാകുന്നതെന്ന് 2 ദിവസക്കാലം കൊണ്ട് പ്രഖ്യാപിക്കും. എന്താ പഴയ KPCC പ്രസിഡന്റ് പറഞ്ഞത്? അദ്ദേഹം UDFന്റെ ഭാഗമാണ്. അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് അൻവറിൽ വലിയ പ്രതീക്ഷ. അൻവറുടെ ഭാഗമല്ലേ. കഴിഞ്ഞ 6 മാസക്കാലം അവർക്ക് വേണ്ടിയല്ല അൻവർ നിലകൊണ്ടത്, അൻവറിന് വേണ്ടിയല്ല UDF നിലകൊണ്ടത്. അങ്ങനെ നിലകൊണ്ട ഒരൊറ്റ ശരീരവും 2 ശിരസുമായി നിന്നിരിക്കുന്ന ശക്തികൾ 2 ശരീരമായിട്ട് മാറുന്ന കാഴ്ചയല്ലേ ഇപ്പോ 2 ദിവസക്കാലമായിട്ട് കാണുന്നത്. അത് കോൺഗ്രസിനായിട്ട് കരണത്തടിയല്ലെങ്കിൽ മറ്റെന്താണ്? ഇവര് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങള് ഈ പറയുന്ന പ്രകാശ് മാഷെ, ഇനിയിപ്പോ മാഷ് പറഞ്ഞതുപോലെ ഒരു മിനിറ്റ്, മാഷ് പറഞ്ഞതുപോലെ 2 ശരീരമാണെന്ന് വെക്കുക. അതായത് അൻവറിന്റെ പാർട്ടിലും UDF വേറൊരു പാർട്ടിനുമാണെന്ന് വെക്കുക. പക്ഷെ 2 പേർക്കും പൊതുശത്രു ഒന്നല്ലേ, ഇടതുമുന്നണിയല്ലേ? കാരണം പിണറായിസത്തെ അവസാനിപ്പിക്കാനാണ് അൻവർ ഉള്ളത്. അത് തന്നെയാണ് UDFന്റെയും പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോ ബലം ഒരേ ഭാഗത്ത് തന്നെയാണല്ലോ കിടക്കുന്നത്. അല്ലല്ലോ, കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഇവർ ഒന്നിച്ച് പോരാടിയവരാണല്ലോ. ഇപ്പോ അൻവർ പറഞ്ഞിരിക്കുന്ന ഏത് വാദമാണ് UDF അംഗീകരിക്കാതിരുന്നത്? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എത്ര ശക്തമായിട്ട് അൻവറിന് വേണ്ടിയിട്ട് ഇവരെല്ലാം വാദിച്ചത് എന്ന് വെച്ചാൽ അൻവർ UDFന്റെ ഭാഗമാണ്, അൻവർ ഞങ്ങൾക്കെതിരായിട്ട് UDFന്റെ ഭാഗമാണ് നിന്നു ഈ കഴിഞ്ഞ 6 മാസക്കാലം. ഇപ്പോ അൻവർ അവരെ ചീത്ത പറയുന്നു. അതിന് അവരല്ലേ മറുപടി പറയേണ്ടത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അൻവറിനെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ നിലപാട്? UDF ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ എല്ലാ കാലത്തും പൊതുസമ്മതരായ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയില്ല, 57 EMSന്റെ ഗവൺമെന്റ്, അതിനകത്ത് മന്ത്രിമാരായിരുന്ന ആളുകളടക്കം CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊന്നും ആയിരുന്നില്ല. അവർ മത്സരിച്ച സ്വതന്ത്രമാരായിട്ടാണ്. ഈ മണ്ഡലം പരിശോധിക്കുക, ഈ മണ്ഡലത്തിനകത്ത് എത്ര സ്വതന്ത്രമാരെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്?
ആര്യാടക്കം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടില്ലേ? അൻവർ മത്സരിച്ച് അങ്ങനെയല്ലേ? അതുകൊണ്ട് പൊതുസമ്മതനായ സ്ഥാനാർത്ഥി നിൽക്കുന്നത് എന്തോ ഒരു അന്യായമാണ്. ഇതൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് നിശ്ചയിക്കുന്നതിന് അതിൻ്റെ സംഘടനാ മാനദണ്ഡങ്ങളുണ്ട്, അത് വെച്ചുകൊണ്ട് നിശ്ചയിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്തിനാ അതിന് വേണ്ടിയിട്ട് വലിയ എന്താ സ്ഥാനാർത്ഥി നിർത്താത്തത്, എന്താ സ്ഥാനാർത്ഥി നിർത്തത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കോൺഗ്രസിനെ രക്ഷിക്കാനാണ്, അവരുടെ ജാള്യത മറച്ചു പിടിക്കാനാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ചെന്നുപെട്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥ, വളരെ എളുപ്പത്തിൽ അനായാസമായിട്ട് ആദ്യ സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് ജയിക്കാൻ പോകുന്നു എന്നെല്ലാം പെരുമ്പരയടിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാനത്ത് അവർക്കത് പറയാൻ വേണ്ടി കഴിയാത്തൊരു നിലയുണ്ടായിരിക്കുന്നു. അവർ ഡിഫൻസിലായിരിക്കുന്നു. അതല്ലേ ഇടായിരിക്കുന്ന കാര്യം, അത് സമ്മതിക്കണ്ടേ? അതിന് പകരം ഞങ്ങളുടെ ഭാഗമല്ല, ഞങ്ങളുടെ ഭാഗമാക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ UDF-നകത്തിൽ വ്യത്യസ്ത പാർട്ടികൾ എടുക്കുന്ന നിലപാടെന്താ? കോൺഗ്രസിനകത്തിൽ ആളുകൾ എടുക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ നല്ലതുപോലെ അനിൽകുമാർ ആക്രമിക്കാൻ വേണ്ടി വന്നല്ലോ പിന്നെ എൻവറിനെ. എന്നാൽ KPCC അധ്യക്ഷന് ആ നിലപാടുണ്ടോ? അതുപോലെ പ്രതിപക്ഷ നേതാവിന് നിലപാടുണ്ടോ? അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടിറക്കാനും വയ്യ, അതുപോലെ പിന്നെ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അൻവറിനെ കൂടെ എത്തിയിരിക്കുന്നു UDF. അത് നിങ്ങൾ സ്വീകരിച്ച തെറ്റായ നിലപാടിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ അൻവർ എന്നുകൊണ്ട് കേന്ദ്രബിന്ദുവാകുന്നത്. അൻവർ കേന്ദ്രബിന്ദുവായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്? അൻവറിന്റെ ഈ നിലപാടിലൂടെയല്ലേ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? അത് മറച്ചു വെക്കാൻ വേണ്ടി കഴിയുമോ? ഇനിയിപ്പോൾ അൻവർ ഒന്നുമല്ല, അൻവർ ആരാണ് എന്ന് പറയുന്നത് അൻവറിനെ കൂടെ കൂട്ടാൻ കഴിയാത്തതുകൊണ്ടാണ്. അൻവർ ആരാണ്, അൻവർ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല ധാരണയുള്ളവരാണ് നിങ്ങൾ LDF, CPM-ന്റെ ആളുകൾ. അല്ല, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഒരു ബേജാറുമില്ല. ബേജാറുണ്ടാവുന്നത് UDF-നാണ്. അല്ല പ്രകാശ് മാസ്റ്റർ, ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നതിന് ഒരൊറ്റ ചോദ്യം കൂടി. അൻവറിനെ നേരിടുന്നതിനായിരിക്കുമോ UDF സ്ഥാനാർത്ഥിയായ ഈ ആര്യാടൻ ഷൗക്കത്തിനെ നേരിടുന്നതിനായിരിക്കുമോ ഇടതുമുന്നണി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോൾ? ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് അൻവർ ഒന്നുമല്ല എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല കേരളത്തിൽ. അദ്ദേഹത്തിന് ഒരു പാർട്ടിക്കാരും എടുക്കുന്നില്ല. അത് സ്വീകരിച്ച പാർട്ടിയാണെന്ന് നമുക്കറിയാലോ. കേരളത്തിൽ ഇന്നലെ വരെ ഒരു മനുഷ്യന്മാരില്ലാത്തൊരു പാർട്ടി, അങ്ങനെ പൊളിഞ്ഞ് പാപ്പരായ ഒരാൾ, അയാളുടെ വാദമുകളെല്ലാം ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് പൊളിഞ്ഞു. അങ്ങനെ ഒരാളെ പിന്നെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കേണ്ട കാര്യം എന്താ? കേരളത്തിലെ മത്സരം യാതൊരു സംശയവുമില്ല LDF UDF തമ്മിലാണ്. UDF-ന് വലിയ നിലക്കുള്ള ഒരു കരണത്തടി ഈ കഴിഞ്ഞ 2 ദിവസക്കാലം UDF അൻവർ കൂടിയുള്ള UDF ആണോ അൻവർ ഇല്ലാത്ത UDF ആണോ എന്നതാണ് ഇനി 2 ദിവസത്തിനകത്ത് നമുക്ക് വ്യക്തമാകാൻ പോകുന്നത്. പ്രകാശ് മാഷേ, അതാണ് ഇനി വ്യക്തമാകാനുള്ളത്. അത് അവരുടെ കൺസേൺ ആണ്. അതെ, അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് അവരുടെ കൺസേൺ തന്നെയാണ്. ഞാൻ പറയാം, അതാണ് ഇനി നമ്മുടെ മുന്നിൽ തെളിയാനുള്ളൊരു ചിത്രം എന്ന് ഞാൻ മാഷോട് പറഞ്ഞതേ ഉള്ളൂ. അത് അവരുടെ കൺസേൺ തന്നെയാണ്.